പ്രിയരെ, ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഖാണ്ടുവായിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഖാണ്ടുവായിൽ ഇന്നലെ രാത്രി ഖാണ്ടുവായിൽ എത്തിച്ചേരാൻ കർത്താവ് അവസരങ്ങളെ നൽകി. ഈ ഒരു മിഷൻ യാത്ര വളരെ പ്രധാനപ്പെട്ട യാത്രയായിട്ട് എനിക്ക് അനുഭവിക്കാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. കാരണം ചില സ്ഥലങ്ങളിലെ ആത്മപകർച്ചയ്ക്കും ഒരു ഉണർവിന് തുടക്കം കുറിക്കുന്നത് കാണാൻ പരിശുദ്ധാത്മാവ് ഈ യാത്രയിൽ ഒരു അവസരം തന്നു. അത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഖാണ്ടുവായിൽ ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പമ്പിലാൽ ഖനാസിയ, അദ്ദേഹം ഇവിടെ കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പമ്പിലാലിൻ്റെ വീട്. അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷകനാണ്. ഒത്തിരി പെർസിക്യൂഷനിൽ കൂടി കടന്നുപോയ ഒരു കർത്താവിൻ്റെ ദാസൻ. ഇന്ത്യ ഒരു പെർസിക്യൂഷൻ്റെ ലാൻഡാണ്. ഇന്ത്യയിൽ ധാരാളം മിഷണറിമാർ പെർസിക്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ പറയുന്നു, കൈസരുടെ അരമനയിൽ നിന്നുള്ള വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ലേഖനദ്വാര എഴുതുകയാണ്, കൈസരുടെ അരമനയിൽ വിശുദ്ധന്മാരുണ്ട്. എങ്ങനെയാണ് ആ സോൾജിയേഴ്സ് യേശുവിലേക്ക് വന്നത്? പൗലോസ് അറസ്റ്റ് വരിക്കപ്പെട്ട അകത്ത് കടന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ അറസ്റ്റ് വരിക്കപ്പെടുന്ന മിഷണറിമാർ അവരൊരിക്കലും തകർക്കപ്പെടുകയല്ല, മറിച്ച് ആ അരമനയ്ക്കകത്തൊരു അഭിഷേകം, ആ ജയിലിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പത്രോസും പൗലൂസും ഒക്കെ ജയിൽവാസം അനുഭവിച്ചവരാണ്. പക്ഷേ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ക്രിയ അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു, മധ്യപ്രദേശിലാകട്ടെ, ഛത്തീസ്ഗഡിലാകട്ടെ, UP-യിലാകട്ടെ, ബീഹാറിലാകട്ടെ, അറസ്റ്റ് വരിക്കപ്പെടുന്ന മിഷണറിമാർ മുഖാന്തരം അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഞാൻ വിശ്വസിക്കുകയാണ്. മെൻ്റലി ഒരുപക്ഷെ അവരെ വൂണ്ടഡാക്കാൻ പറ്റിയേക്കാം, ഫിസിക്കലി അവരെ മുറിവേൽപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷേ യേശു കർത്താവിൻ്റെ ശക്തി ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. അവൻ്റെ ശക്തി അസാധാരണമാണ്. അവൻ ചെയ്താൽ അവൻ ചെയ്തത് തന്നെയാണ്. കാരണം 3-ാം ദിവസം അവൻ അതിശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു സന്ദേശം ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അസാധാരണമായൊരു ദൈവപ്രവൃത്തിയുടെ കരം പരിശുദ്ധാത്മാവിടെ നീട്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി പരിശുദ്ധാത്മാവിടെ ചെയ്യണം. അങ്ങനെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് തൻ്റെ ദാസനെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്ത് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുകയാണ്. അവിടെ നിറച്ച് വയലേലകളാണ്. ആ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് കർത്തൃദാസൻ ഞങ്ങളെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ ദൈവദാസൻ്റെ ഹൃദയംഗമായ വേല കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ യാത്ര ചെയ്തു പോകുകയാണ്. ഞങ്ങളുടെ ഈ മിഷൻ ജേർണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. कैसे जियूंगा तोरे बिना, धोखा देती है जिंदगी, तुझ में मिलती है मुझको पनाह.